ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് പനീർ ക്യാപ്സിക്കം മസാല. അത് കുക്കറിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളറൊന്നും മാറിയാൽ മതി. നമ്മൾ കുക്കറിലല്ലേ വേവിക്കാൻ പോണത്. ഇനി ഇതിലേക്കുള്ള മസാലകൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 തക്കാളി, നല്ലോണം പഴുത്ത തക്കാളി മിക്സിയിലിട്ട് അരച്ചത് ചേർക്കുന്നുണ്ട്. അത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയിട്ട് അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കുക്കർ 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പനീർ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിൽ കൂടെ 2 ക്യാപ്സിക്കവും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അധികം സമയമൊന്നും ആവശ്യമില്ല. രാത്രി ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഈ പനീറും ക്യാപ്സിക്കും നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തല്ലോ. ഇനി ഇത് മാറ്റി വയ്ക്കുക. അതിനുള്ളിൽ നമ്മുടെ കുക്കറിലത്തെ ഐറ്റമും റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കുമ്പോൾ മസാല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ഒരു 2 നിമിഷം മാത്രം ഒന്നും കൂടി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തെടുക്കുമ്പോൾ അതിലത്തെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടും. അത്രയും നേരം മതി, 2 നിമിഷം മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പനീറും ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ഈ സമയത്ത് ഇതിലത്തെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവ് അഥവാ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഇനിയാണ് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഇതാണ് ഈ മസാലയുടെ ടേസ്റ്റ് കൂടാനുള്ള കാരണം. അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കസൂരി മേന്തി എടുത്തിട്ട് നല്ലോണം ഒന്ന് ഞെരടിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം മല്ലിയില കുറച്ച് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനീർ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് പണി തീർക്കാവുന്ന ഒരു കറിയാണിത്. ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. കുട്ടികളിനി ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും, അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.